ഈശോയുടെ ശിഷ്യരേറെയും യഹൂദർ ആയിരുന്നല്ലോ. ഉദ്ധാനശേഷം ഈശോ തന്നെ തന്നെ വെളിപ്പെടുത്തുന്നത് അവർ വായിച്ചും ജീവിച്ചും പരിചയിച്ച വിശുദ്ധ ലിഖിതങ്ങളിൽ നിന്ന് തന്നെയാണ്. വിശുദ്ധ ലിഖിതങ്ങൾ ഗ്രഹിക്കാൻ തക്കവിധം അവരുടെ മനസ്സ് അവൻ തുറന്നു. നിയമത്തിലും പ്രവാചകരിലും സങ്കീർത്തനങ്ങളിലും തന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്നവ അവൻ പഠിപ്പിച്ചു കൊടുത്തു. പ്രവാചകരെക്കുറിച്ച് അവർ വായിച്ചിട്ടുണ്ട്, പഠിച്ചിട്ടുണ്ട്. യഹൂദ നിയമങ്ങൾ അവർ നിത്യജീവിതത്തിൽ പാലിക്കുന്നുണ്ട്. സങ്കീർത്തനങ്ങൾ അവരുടെ എല്ലാ പ്രാർത്ഥനകളുടെയും ആചാരങ്ങളുടെയും ഭാഗമാണ്. പക്ഷേ അവയിൽ ക്രിസ്തു ഉണ്ടായിരുന്നു. ആ ക്രിസ്തുവിനെ മനസ്സിലാക്കാൻ അവൻ അവർക്ക് ഹൃദയം തുറന്നു കൊടുത്തു. അപ്പോൾ മുതൽ അവർ ശിഷ്യരിൽ നിന്നും സാക്ഷികളായി മാറി. ഈ ഹൃദയത്തിൻ്റെ തുറവി നാമം പ്രാർത്ഥിച്ച് ചോദിച്ച് മേടിക്കേണ്ടതാണ്. അർപ്പിക്കുന്ന ബലിയിലും കേൾക്കുന്ന വചനത്തിലും പാലിക്കുന്ന നിയമങ്ങളിലുമൊക്കെ സുവിശേഷമുണ്ട്, ക്രിസ്തുവുണ്ട്. പക്ഷേ അത് വെറും ജീവിതക്രമത്തിൻ്റെ ഭാഗമായി മാത്രം നിൽക്കുന്നോ, അതോ അവനെ ഞാൻ ശരിക്കും തിരിച്ചറിയുന്നുണ്ടോ? അങ്ങനെ ഞാൻ അവന് സാക്ഷിയായി മാറുന്നുണ്ടോ? ഈശോയെ കണ്ട് അവനെ അനുഗമിക്കുമ്പോൾ ഞാൻ ശിഷ്യനാണ്. ക്രിസ്തുവിനെ പിൻചെല്ലുന്നവൻ ക്രിസ്ത്യാനി. എന്നെ കണ്ട് മറ്റൊരാൾ ക്രിസ്തുവിലേക്ക് നടക്കുമ്പോഴാണ് ഞാൻ സാക്ഷിയായി മാറുന്നത്. എന്നെ കണ്ട് ക്രിസ്തുവിലേക്ക് ആകർഷിക്കപ്പെടാൻ തക്കവിധം വചനം എൻ്റെ ജീവിതത്തിൽ തുറക്കപ്പെട്ടിട്ടുണ്ടോ?